സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, ഡിറ്റർമിനൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് പ്രോപ്പർട്ടീസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസുമാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിയട്ടെ. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എ ഡിറ്റർമിനൻറ്റ് റിമെയിൻസ് അൺആൾട്ടേർഡ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് റോ ഇൻറ്റു കോളംസ് ആൻഡ് കോളം ഇൻറ്റു റോസ്. അതായത് നമുക്കൊരു ഡിറ്റർമിനൻറ്റ് തന്നാൽ ആ ഡിറ്റർമിനൻറ്റിനെ റോസിനെ എല്ലാം നമ്മൾ കോളംസ് ആക്കി മാറ്റിയിട്ട് ആ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടാൽ ആദ്യം കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. അതേപോലെ തിരിച്ച് കോളത്തിനെ റോ ആക്കിയാലും ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ഇതാണ് A1 B1 C1 A2 B2 C2 A3 B3 C. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A1 ഇൻറ്റു A1ൻ്റെ കോഫാക്ടർ എന്താണ്, A1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ആക്കുമ്പോൾ അതാണ് കോഫാക്ടർ B2 C3 മൈനസ് B3 C2. അടുത്തത് മൈനസ് B1 വരും, മൈനസ് B1 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ A2 C2. അത് ഇങ്ങനെ എഴുതുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു കോഫാക്ടർ B2 C2 B3 C3. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ B3 C3 വരും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എലമെൻറ്റ് B1 അല്ലേ, അതിൻ്റെ കോഫാക്ടർ വരുമ്പോൾ ചിഹ്നം മൈനസ് വരും. അപ്പോൾ മൈനസ് B1 ഇൻറ്റു അത് വരുന്ന റോയും കോളവും ഡിലീറ്റ് ആക്കുന്ന ഡിറ്റർമിനൻറ്റ് A2 C2 A3 C3 വരും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എലമെൻറ്റ് C1 ആണ്, അതിൻ്റെ മൈനറിൻ്റെ കോഫാക്ടറിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. C1 വരുന്ന റോയും C1 വരുന്ന കോളവും ഡിലീറ്റ് ആക്കുന്ന ഡിറ്റർമിനൻറ്റ് A2 B2 A3 B3 വരും. ഓക്കെ ആണല്ലോ. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ഇതാ A1 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B2 C3 മൈനസ് B3 C2 മൈനസ് B1 ഇൻറ്റു A2 C3 മൈനസ് A3 C2 പ്ലസ് C1 ഇൻറ്റു A2 B3 മൈനസ് A3 B2. ഇതാണ് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് റോസിനെ എല്ലാം കോളമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് എങ്ങനെ മാറും? A1 A2 A3 B1 B2 B3 C1 C2 C3 എന്ന് റോ ചെയ്യും. എല്ലാം മാറുന്നു അല്ലേ. ഇവിടുത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആക്കുന്നു, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയി, തേർഡ് റോ തേർഡ് കോളം ആക്കി. ഓക്കെ, ഈ ഡിറ്റർമിൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നത്? ഇത് നമുക്ക് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് A1 ആണ്. A1ൻ്റെ കോഫാക്ടർ A1 ഇൻറ്റു A1 വരുന്ന റോയും അത് വരുന്ന കോളവും ഡിലീറ്റ് ആക്കുന്ന ഡിറ്റർമിനൻറ്റ് B2 B3 C2 C3 വരും. ഓക്കെ, രണ്ടാമത്തെ എലമെൻറ്റ് A2, അതിൻ്റെ കോഫാക്ടർ എഴുതുമ്പോൾ ചിഹ്നം മൈനസ് ആണ്. മൈനസ് A2 ഇൻറ്റു A2 വരുന്ന റോയും A2 വരുന്ന കോളവും ഡിലീറ്റ് ആക്കുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് B1 B3 P1 B3 C1 C3 വരും. ഓക്കെ, അടുത്ത എന്താണ്? അടുത്തത് പ്ലസ് A3 ഇൻറ്റു A3 വരുന്ന റോയും A3 വരുന്ന കോളവും ഡിലീറ്റ് ആക്കുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് B1 B2 C1 C2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്താണ്? A1 ഇൻറ്റു B2 C3 മൈനസ് B3 C2 മൈനസ് A2 ഇൻറ്റു B1 C3 മൈനസ് B3 C1 പിന്നെ പ്ലസ് A3 ഇൻറ്റു B1 C2 മൈനസ് B2 C1. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ തൊട്ട് മുമ്പലത്തെ വാല്യൂ ആണ് സെയിം എന്ന് കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് നോക്കി A1 ഇൻറ്റു B2 C3 മൈനസ് B3 C2. അത് തന്നെയല്ലേ ഇവിടെയും കിടക്കുന്ന A1 ഇൻറ്റു B2 C3 മൈനസ് B3 C2 അല്ലേ. അടുത്തത് ഇവിടെ മൈനസ് B1 ഇൻറ്റു എന്നല്ലേ വരുന്നത്. അപ്പോൾ മൈനസ് B1 ഇൻറ്റു എന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ B1നെ ഇങ്ങ് പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു B1 വരുമല്ലോ. മൈനസ് B1നെ ഇങ്ങ് പുറത്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആരെ കൊടുത്തു? ഈ A2നെ കൊടുത്തു. എങ്ങനെയായാലും സെയിം ആണല്ലോ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് A2 B1 C3 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ B1നെ ഇങ്ങ് എന്ത് ചെയ്തു? പുറത്തെടുത്തു. അപ്പോൾ മൈനസ് B1 ഇൻറ്റു A2 C3 നമ്മളിതിനെ മൊത്തത്തിൽ ഒന്ന് ഓപ്പൺ ചെയ്തേ. ഫസ്റ്റ് ടേമിന് മാറ്റമില്ല. A1 ഇൻറ്റു B2 C3 മൈനസ് B3 C2. ബാക്കിയുള്ള ടേമിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് B1 ആണ് കോമൺ വേണ്ടത്. അപ്പോൾ മൈനസ് B1 കോമൺ വരാൻ വേണ്ടി ഈ ടേമിൻ്റെ കൂടെയും B1 ഉണ്ട്, ഈ ടേമിൻ്റെ കൂടെയും B1 ഉണ്ട്. ഈ രണ്ട് ടേമിൻ്റെ കൂടെ B1 അല്ലേ, ആ B1 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ കൂടെ ഈ മൈനസും കൂടെ അങ്ങ് കോമൺ കൊടുത്താൽ മൈനസ് B1 പുറത്ത് കോമൺ ആയിട്ട് എഴുതി. മൈനസ് B1 പുറത്ത് കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റ് എത്ര വരും? A2 C3. ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഈ ടേം മൈനസ് A2 B1 C3 അല്ലേ. നോക്കിക്കോ, ഈ ടേം നോക്കിയാട്ടെ. ഈ ടേം എന്താണ്? അത് മൈനസ് A2 B1 C3 ആണ്. ഓക്കെ ആണോ. പിന്നെ B1 വരുന്ന ടേം ഇതാണ്. അതെന്താണ്? അത് പ്ലസ് A3 B1 C2 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഏത് പുറത്തെടുക്കുന്നു? മൈനസ് B1 പുറത്തെടുക്കുന്നു. മൈനസ് B1 പോയാൽ ഈ മൈനസും പോയി B1 പോയാൽ ബാക്കി എവിടെ നിന്നുണ്ട്? A2 C3 ഉണ്ട്. നമ്മൾ വെളിയിൽ മൈനസ് ആണ് എടുത്തേക്കുന്നത്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നടുക്കത്തെ ചിഹ്നം എന്ത് കൊടുത്തു? മൈനസ് കൊടുത്തു. ബാക്കി ഏത് വരും? ബാക്കി A3 C2 വരും. ഓക്കെ,
അപ്പോൾ എന്തോ ഇവിടുത്തെ രണ്ടാമത്തെ ടേം കിട്ടിയില്ലയോ, മൈനസ് B1 ഇൻറ്റു A2C3 മൈനസ് A3C2 കിട്ടി. പിന്നുള്ള ടേം എന്താ, ഇതും ഇതുമാണ് അല്ലേ. അതിനെ എന്തെടുത്ത് എഴുതിയേ, അതിനെ എഴുതുമ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും, പ്ലസ് A2B3C1 വരും, പിന്നെ മൈനസ് A3B2C1 വരും. ഏത് കോമൺ എടുക്കാം, C1 കോമൺ എടുക്കുന്നു. C1 കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ A2B3 മൈനസ് A3B2 വരും. ഓക്കെ ആണല്ലോ. അപ്പം അതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് തൊട്ട് മുമ്പേ കണ്ട ഡെൽറ്റയുടെ വാല്യൂ തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു ഡിറ്റർമിനകത്ത് റോസിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോളമാക്കി മാറ്റിയാൽ ആ ഡിറ്റർമിൻ്റെ വാല്യൂസിന് മാറ്റം ഉണ്ടാകത്തില്ല, സെയിം വാല്യൂ തന്നെ ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ തിരിച്ച് കോളത്തിനെല്ലാം എന്താക്കുന്നു, റോ ആക്കി മാറ്റുന്നു. അങ്ങനെ ചെയ്താലും കിട്ടുന്ന ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, ഇനി നമ്മൾ ഇപ്പം റോയെ കോളമാക്കി നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി ഡിറ്റർമിൻ്റെ പഠിക്കുമ്പോഴും നമ്മൾ റോ വെച്ച് പഠിച്ചാൽ ആ പ്രോപ്പർട്ടി ആർക്കും ബാധകമാണ്, കോളത്തിനും ബാധകമാണ്. അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി കോളത്തിന് വെച്ച് പറഞ്ഞാൽ അതെന്താണ്, റോയ്ക്കും ബാധകമാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ റോസിനെ എല്ലാം കോളമാക്കിയാലും അല്ലെങ്കിൽ തിരിച്ച് കോളത്തിനെ എല്ലാം റോ ആക്കിയാലും കിട്ടുന്ന ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആണ്. അപ്പം നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് റോയ്ക്കും ബാധകമാണ്, അതേ പ്രോപ്പർട്ടീസ് കോളത്തിനും ബാധകമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി റോയോ കോളമോ, ഇപ്പം നമ്മൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് കോളം എന്ന് പറയുന്നില്ലേ, അതിന് പകരം നമുക്കതിനെ എന്തുപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം, ലൈൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. മനസ്സിലായി, ഫസ്റ്റ് റോ സെക്കൻഡ് റോ അല്ലെ തേർഡ് കോളം ഫസ്റ്റ് കോളം എന്ന് പറയുന്നതിന് പകരം നമുക്കതിനെ ലൈൻ എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് രണ്ട് നോട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിയേ. അടുത്ത പ്രോപ്പർട്ടി പറഞ്ഞാൽ ഈഫ് ടു പാരലൽ ലൈൻസ്, പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈഫ് ടു റോസ് ഓർ കോളംസ് എന്നൂടെ നിങ്ങൾ ഓർത്തണം. ഒന്നുകിൽ രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ റോയോ കോളമോ അതിന് പകരമാണ് ടേംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം. കാരണം റോയ്ക്ക് പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം കോളത്തിനും ബാധകമാണ്. അപ്പോൾ രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം എടുത്താൽ ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഇന്റർചേഞ്ച്ഡ്. ഏതെങ്കിലും രണ്ട് റോയോ രണ്ട് കോളമോ മാത്രമായിട്ട് ഇന്റർചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനന്റ് റിമെയിൻസ് ഇറ്റ്സ് ന്യൂമറിക്കൽ വാല്യൂ ബട്ട് ചേഞ്ചസ് ഇൻ സൈൻ. അതായത് ഡിറ്റർമിനന്റ് വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ മാറത്തില്ല, പക്ഷേ സൈൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞ് ഒരു ഡിറ്റർമിനന്റ് എല്ലാ റോസും കംപ്ലീറ്റ്ലി കോളമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ എല്ലാ കോളവും തിരിച്ചെന്താക്കി മാറ്റുന്നു, റോ ആക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റിയാൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷേ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള രണ്ട് റോയോ ഏതെങ്കിലും രണ്ട് കോളമോ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സൈനിന്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നോക്കിയാട്ടെ. ഇവിടെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിനെ നമ്മൾ R1 വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഡിറ്റർമിനകത്തെ രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളം ഇന്റർചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളം കിടക്കുന്നിടത്ത് മൂന്നാമത്തെ കോളോ, മൂന്നാമത്തെ കോളത്തിനൂടെ രണ്ടാമത്തെ കോളം കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏത് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു, R1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, R1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ R1 ഫസ്റ്റ് റോ അല്ലേ, അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A1 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ C2B2 C3B3 വരും. രണ്ടാമത്തേതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, മൈനസ് C1 ഇൻറ്റു C1 വരുന്ന റോയും C1 വരുന്ന കോളവും ഡിലീറ്റ് ആക്കിയാൽ അതിൻ്റെ കോഫാക്ടർ A2B2 A3B3 വരുന്നു. അടുത്ത മൂന്നാമത്തെ ചിഹ്നം പ്ലസ് B1 ഇൻറ്റു B1 വരുന്ന റോയും B1 വരുന്ന കോളവും ഡിലീറ്റ് ആക്കിയാൽ A2C2 A3C3 വരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വരും A1 ഇൻറ്റു C2B3 ആണ്, A1 ഇൻറ്റു C2B3 മൈനസ് B2C3 മൈനസ് C1 ഇൻറ്റു A2B3 മൈനസ് A3B2 പ്ലസ് B1 ഇൻറ്റു A2C3 മൈനസ് A3C1. ഇത് തമ്മിൽ നോക്കിയേ, ഇതാണ് ഈ എഴുതിയേക്കുന്ന റിസൾട്ട് അല്ലേ. അതിനകത്ത് നമ്മൾ ഒരു മൈനസ് മൊത്തത്തിൽ കോമൺ എടുക്കാവേ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു മൈനസ് മൊത്തത്തിൽ കോമൺ എടുത്താൽ ഇതെങ്ങനെ വരും, മൈനസ് മൊത്തത്തിൽ കോമൺ എടുത്താൽ മൈനസ് ഓഫ്, ഓക്കെ, മൈനസ് ഓഫ് A1 ഇവിടെ വെളിയിൽ കിടപ്പുണ്ട്. ബ്രാക്കറ്റ് കിടക്കുന്ന ടേമിനെ നമ്മൾ അങ്ങ് തിരിക്കുന്നു. എങ്ങനെ എഴുതുന്നു, B2C3 മൈനസ് C2B3 എന്ന് തിരിക്കുന്നു. ഓക്കെ, ഒരു മൊത്തത്തിൽ ഒരു മൈനസ് പുറത്തെടുത്താൽ ഇതിനകത്തെ ടേം A1 അതേപോലെ എഴുതിയിട്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന രണ്ടാമത് കിടക്കുന്ന ടേം ആദ്യം കിടക്കുന്നു, ആദ്യത്തെ രണ്ടാമത് എടുക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുമല്ലോ, മൈനസ് A1 B2C3 പ്ലസ് A1 C2B3 കിട്ടി. അടുത്തത് എന്ത് വരും, മൈനസ് C1 ഇൻറ്റു അല്ലേ. അടുത്തത് നമുക്ക് ഈ ചിഹ്നം എഴുതാവേ. അപ്പം ഈ ചിഹ്നം എഴുതുമ്പോൾ മൈനസ് B1 വരും. പ്ലസ് മാറി ഇവിടെ മൈനസ് ആവുമല്ലോ, കാരണം വെളിയിൽ മൈനസ് ഉള്ളതുകൊണ്ട് ഈ ചിഹ്നത്തിൻ്റെ പ്ലസ് മാറ്റി മൈനസ് B1 വരും. ബ്രാക്കറ്റ് എന്ത് വരും, ബ്രാക്കറ്റിൽ അല്ല ചേഞ്ച് ചെയ്യുന്ന ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, നോക്കിയട്ടെ. അതവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു
മൈനസ് B1 ഇൻറ്റു A2C3 മൈനസ് A3C2. ഇതിനകത്ത് മൊത്തത്തിൽ ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുക്കുന്നു. മൈനസ് പുറത്തെടുത്താൽ ആദ്യത്തെ ടൈം എന്താണ്? A1 ഇൻറ്റു ബ്രാക്കറ്റ് കിടക്കുന്ന ടൈമിനെ നമ്മൾ തിരിക്കുന്നു. അപ്പം B2C3 നമ്മൾ ആദ്യം എഴുതുന്നു, മൈനസ് C2B3 രണ്ടാമത് എഴുതി. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ടൈമിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പം വെളിയിൽ ഒരു മൈനസ് എടുത്തത് കൊണ്ട് ഇവിടെ പ്ലസ് അല്ലേ, അതിൻ്റെ ചിഹ്നം മൈനസ് ആകുന്നു. അപ്പം എന്തൊരു മൈനസ് B1 ഇൻറ്റു, അപ്പം ബ്രാക്കറ്റ് എന്തൊരും A2C3 മൈനസ് A3C2 വരുന്നു. ഓക്കെ, ഇനി വെളിയിൽ ഒരു മൈനസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റ് എന്തൊരു പ്ലസ് C1 കൊടുത്താൽ മതി. ഓക്കെ, പ്ലസ് C1 ഇൻറ്റു ബ്രാക്കറ്റ് എന്തൊരു ബ്രാക്കറ്റിൽ A2B3 മൈനസ് A3B2 എന്ന് എടുക്കുന്നു. ഓക്കെ, ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഈ A1 ഡെൽറ്റയുടെ വാല്യൂ അല്ലേ കിടക്കുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? മൈനസ് ഡെൽറ്റ എന്ന് എടുക്കാം. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ കൂടെ എന്തുകൂടെ വന്നാൽ മതി? ഒരു മൈനസും കൂടെ കൊടുത്താൽ അവിടെയൊക്കെ കോളത്തിന് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആവും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ പ്രോപ്പർട്ടി പറഞ്ഞ്. നമുക്കൊരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. ആ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും ഏതെങ്കിലും രണ്ട് റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളമോ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് റോയോ രണ്ട് കോളമോ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഇനി സപ്പോസ് ഇത് നെഗറ്റീവ് ആണെങ്കിലോ ആ കിട്ടുന്ന റിസൾട്ട് ഇതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും. അതേ ഉള്ളൂ, സൈനിൻ്റെ വ്യത്യാസം വരും. അതേസമയം റോ മൊത്തത്തിൽ ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ കോളം മൊത്തത്തിൽ റോ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് കോളം ആക്കിയാലോ കോളം മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് റോ ആക്കിയാലോ ഡിറ്റർമിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ സെയിം വാല്യൂസ് ആയിരിക്കും. ഏതെങ്കിലും രണ്ട് റോയോ ഏതെങ്കിലും രണ്ട് കോളമോ മാത്രമായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ അതിനകത്ത് എന്തുണ്ടാകും? സൈനിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇനി അതിനൊരു കൊറോളറി പറയുന്നുണ്ട്. നമ്മൾ രണ്ട് റോ ആണ് ചേഞ്ച് ചെയ്തത്, രണ്ട് പാരലൈൻസ് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പാരലൈൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? രണ്ട് പ്രാവശ്യം ചേഞ്ച് ചെയ്താലോ? രണ്ട് പ്രാവശ്യം ചേഞ്ച് ചെയ്താൽ ചിഹ്നം -1² ഇൻറ്റു ഡെൽറ്റ ആകുന്നു. അത് m പ്രാവശ്യമാണെങ്കിൽ -1m ഇൻറ്റു ഡെൽറ്റ ആകുന്നു. അത് പറഞ്ഞാൽ ഇതാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോ A1 B1 C1, രണ്ടാമത്തെ റോ A2 B2 C2, മൂന്നാമത്തെ റോ A3 B3 C3 എടുക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പം ഈ ഡെൽറ്റയുടെ വാല്യൂ എന്തായിട്ട് മാറും? ഡെൽറ്റയുടെ വാല്യൂ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം ഈ കിട്ടുന്നതിന് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഈ കിട്ടുന്നതാണ് മൈനസ് ഡെൽറ്റ എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന പുതിയ ഡെൽറ്റ ഡാഷ് എന്ന് വിളിക്കാം. അതിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ഓഫ് എന്ത് വരും? A2 മൈനസ് ഓഫ് എന്താണ്? ഇല്ല, അങ്ങനെയല്ല. നമ്മളിതിൻ്റെ പുതിയ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാവുന്നു എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആകുമ്പോൾ A2 B2 C2 ഫസ്റ്റ് റോയിൽ വരും. സെക്കൻഡ് റോ A1 B1 C1 വരും. തേർഡ് റോയ്ക്ക് മാറ്റമില്ല, A3 B3 C3 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡെൽറ്റ ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ഡെൽറ്റ ആണ്. ഓക്കെ, ഇനി ഈ ഡെൽറ്റ ഡാഷിനകത്ത് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചേഞ്ച് ചെയ്യുന്നു. അതിന് നമുക്ക് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ സെക്കൻഡും തേർഡും റോ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല. ഫസ്റ്റ് റോ A2 B2 C2 തന്നെയാണ്. സെക്കൻഡ് റോ ആരാകുന്നു? സെക്കൻഡ് റോ A3 B3 C3 ആകുന്നു. തേർഡ് റോ A1 B1 C1 ആകുന്നു. ഓക്കെ, ഒരു പ്രാവശ്യവും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡാഷിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഡെൽറ്റ തന്നെയാവും. അതായത് ഓരോ പ്രാവശ്യവും രണ്ട് റോയോ രണ്ട് കോളമോ ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ മൈനസിൻ്റെ ചിഹ്നം വരും. അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഇൻ്റർചേഞ്ച് ചെയ്താൽ ചിഹ്നം വീണ്ടും എന്തോ പ്ലസ് ആവും. ഇനി ഈ കിട്ടുന്ന റിസൾട്ടിനകത്ത് നമ്മൾ ഏതെങ്കിലും രണ്ട് കോളം ഇൻ്റർചേഞ്ച് ചെയ്താലോ നമുക്ക് കിട്ടുന്ന ഡെൽറ്റ ട്രിപ്പിൾ ഡാഷ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ വീണ്ടും എന്തോ മൈനസ് ഡെൽറ്റ ആവും. ഇനി ഈ ഡെൽറ്റ ട്രിപ്പിൾ ഡാഷിനകത്ത് വീണ്ടും നമ്മൾ ഫസ്റ്റും തേർഡും റോ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡെൽറ്റ ഫോർത്ത് ഡാഷ് കിട്ടും. അതിൻ്റെ ചിഹ്നം വീണ്ടും അതിൻ്റെ റിസൾട്ട് എന്തായിട്ട് മാറും? പ്ലസ് ഡെൽറ്റ ആവും. അപ്പം ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്താൽ ഡെൽറ്റ ഡാഷിൻ്റെ വില മൈനസ് ഡെൽറ്റയ്ക്ക് ഈക്വൽ ആവും. ഇനി ഈ ഡെൽറ്റയ്ക്കകത്ത് രണ്ട് പ്രാവശ്യം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഡെൽറ്റ ഡബിൾ ഡാഷ് ആണ്. അതിൻ്റെ റിസൾട്ടും ഡെൽറ്റയുടെ റിസൾട്ടും സെയിം ആണ്. ഇനി ഈ ഡെൽറ്റയ്ക്കകത്ത് നമ്മൾ 3 പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റയ്ക്ക് ഈക്വൽ ആണ്. ആ രീതിയിൽ മാറും. അപ്പം നമ്മൾ ഈ ഡെൽറ്റയ്ക്കകത്ത് m പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്താൽ ആ ഡെൽറ്റ ഡാഷിൻ്റെ റിസൾട്ട് എന്ന് -1m ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ m പ്രാവശ്യം എമ്മിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ ഡെൽറ്റ ഡാഷ് എത്ര വരും? ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു -1/6 ഇൻറ്റു ഡെൽറ്റയാണ്. 6 -1/6
അത് പ്ലസ് ആവും. അപ്പോൾ ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ ആവും. ഇനി എം ഇസ് ഈക്വൽ ടു 5 ആണെങ്കിലോ, എം ഇസ് ഈക്വൽ ടു 5 ആണ്. ഡെൽറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു -1/5 ഇൻറ്റു ഡെൽറ്റ. -1/5 മൈനസ് ആണ്, അപ്പം മൈനസ് ഡെൽറ്റ വരും. ഓക്കെ, അപ്പം നമ്മൾ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വരും. ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റയും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതാണ് കൊറോളറി ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എ ഡിറ്റർമിനന്റ് വാനിഷസ് ഇഫ് ടു പാരലൽ ലൈൻസ് ആർ ഐഡന്റിറ്റിക്കൽ. എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് റോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളം സെയിം ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. വാനിഷ് ചെയ്താൽ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു A1 B1 C1 ഫസ്റ്റ് റോ, രണ്ടാമത്തെ റോ A2 B2 C2, മൂന്നാമത്തെ റോ A1 B1 C1 തന്നെ വരുന്നു. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ രണ്ട് റോ സെയിം അല്ലേ, അത് 0 ആയിരിക്കും. ഇനി രണ്ട് റോയ്ക്ക് വരെ നമ്മൾ രണ്ട് കോളം സെയിം ആക്കിയേ. ഫസ്റ്റ് കോളം A1 A2 A3 എടുക്കുന്നു, രണ്ടാമത്തെ കോളം A1 A2 A3 എടുക്കുന്നു, മൂന്നാമത്തെ കോളം B1 B2 B3 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോക്കിയേ, ആദ്യത്തെ രണ്ട് കോളം സെയിം അല്ലേ, രണ്ട് കോളം സെയിം ആയിട്ട് വന്നാലും ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ഡിറ്റർമിനന്റ് ഏതെങ്കിലും രണ്ട് റോയോ ഏതെങ്കിലും രണ്ട് കോളമോ സെയിം ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും രണ്ട് റോയോ രണ്ട് കോളമോ ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ എന്തില്ല, വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. അതേസമയം നമ്മൾ ഏതെങ്കിലും രണ്ട് റോയോ രണ്ട് കോളമോ സെയിം ആണ്, അവയെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു എന്തായിട്ട് മാറും? മൈനസ് ഡെൽറ്റ ആയിരിക്കും. അപ്പം ഡെൽറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വരുമ്പോൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ഡെൽറ്റ അല്ലേ, 2 ഡെൽറ്റ ഈക്വൽ ടു 0, ഡെൽറ്റയുടെ വാല്യൂ എന്താവും? 0. അപ്പം ഇത് നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചു വെച്ചണം. ഏതെങ്കിലും രണ്ട് റോയോ രണ്ട് കോളമോ സെയിം ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി നോക്കിയട്ടെ. If each element of a line be multiplied by the same factor, the whole determinant is multiplied by that factor. നോക്കിയേ, ഇതൊരു ഡിറ്റർമിനന്റ് ആണ്. സെക്കൻഡ് കോളത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് ആ പി എന്ത് ചെയ്യാം? പി ഒരു കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുന്നു. അതിപ്പം പി ഇൻറ്റു ഡിറ്റർമിനന്റ് A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണോ അതിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിച്ചാൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? പി ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും ആൻസർ. ഇതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഡിറ്റർമിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഒരു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ കിട്ടുന്ന ആൻസർ പി ഡെൽറ്റ ആയിരിക്കും. അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. രണ്ട് ഡിറ്റർമിന്റെ ആൻസർ സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു റോയെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? പുറത്തെടുത്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ വാല്യൂ ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഡെൽറ്റ എടുത്താൽ പി ഡെൽറ്റ ഇത് കിട്ടും. ഇതും അത് തന്നെയായിരിക്കും. ഇതാ നമ്മൾ ആദ്യം ഈ LHS കിടക്കുന്ന ഡിറ്റർമിനെ സെക്കൻഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്തു, പി കോമൺ എടുത്തു, ഈ ഡിറ്റർമിന്റെ വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ? അപ്പം പി ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, രണ്ട് പാരലൽ ലൈൻസ് എലമെന്റ്സ് ഓഫ് 1 ഇക്വൽ മൾട്ടിപ്പിൾസ് ഓഫ് ദി എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ് ആണെങ്കിൽ വാനിഷസ് ആയിരിക്കും. അതേസമയം ഇതാണ്ട് ഇപ്പൊ ഇതൊരു കോളം, ഈ കോളത്തിന് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമ്മളിവിടെ ആ പി കോമൺ ആയിട്ട് പുറത്തെടുക്കും. ഈ തേർഡ് കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പി ഉണ്ട്, പി കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ആ ഡിറ്റർമിനന്റ് എന്ത് വരും? A1 B1 B1 A2 B2 B2 A3 B3 B3 വരും. നോക്കിയേ, ആ ഡിറ്റർമിനകത്ത് രണ്ട് കോളംസ് ഐഡന്റിറ്റിക്കൽ അല്ലേ, രണ്ട് കോളം ഐഡന്റിറ്റിക്കൽ ആണ്. ഈ ഡിറ്റർമിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 0 ഈക്വൽ ടു 0 വരും. ഇങ്ങനെ കൊടുത്താൽ ഈ ഡിറ്റർമിന്റെ വാല്യൂ എന്തായിപ്പോ? 0 ആയിപ്പോ. അതേസമയം ഈ രീതിയിലാണെങ്കിൽ എന്താണ്? ഇവിടെ രണ്ടാമത്തെ കോളത്തിനെ മാത്രം ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോൺസ്റ്റന്റ് നമുക്ക് ഈ രീതിയിൽ പുറത്തെടുക്കാനായിട്ട് പറ്റും. ഈ രണ്ടെണ്ണത്തിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആയിരിക്കും. അതേസമയം ഈ രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ആ കോളം എന്താണ്, രണ്ടാമത്തെ കോളം എന്താണോ ആ കോളത്തിലെ അതേ എലമെന്റുകളെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ കോളമായിട്ട് എഴുതി. അപ്പം എന്താണ്, അവിടെ രണ്ട് കോളം ഐഡന്റിറ്റിക്കലി ഈക്വൽ ആയിരിക്കും. ആ ഡിറ്റർമിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതേപോലെയാണ് അടുത്ത പ്രോപ്പർട്ടി നോക്കിയേ. If each element of a line, അതായത് ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ കൺസിസ്റ്റ് ഓഫ് m ടേംസിനെ കൺസിസ്റ്റ് ചെയ്ത ഡിറ്റർമിനന്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് n ഡിറ്റർമിനൻസ്. ഇപ്പം നോക്കിയേ, ഇവിടുത്തെ മൂന്നാമത്തെ കോളത്തിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 3 ടേമിനെ സം ചെയ്തിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ കോളത്തിനകത്ത് മൂന്ന് ടേമിനെ കൺസിസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇതാ
ഇത് ഫസ്റ്റ് ടേം, ഇത് രണ്ടാമത്തെ ടേം, ഇത് മൂന്നാമത്തെ ടേം. അങ്ങനെയാണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് നമുക്ക് ആ 3 ഡിറ്റർമിനന്റുടെ സമ്മായിട്ട് എഴുതാൻ സാധിക്കുമെന്നാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ ഡിറ്റർമിനകത്ത് ഏതെങ്കിലും കോളത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും റോയിലെ m ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗിവൺ ഡിറ്റർമിനന്റിനെ m ഡിറ്റർമിനന്റുകളുടെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഇവിടുത്തെ മൂന്നാമത്തെ കോളം നോക്കിയാൽ മൂന്നാമത്തെ കോളത്തിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഡിറ്റർമിനന്റിനെ നമുക്ക് എത്ര ഡിറ്റർമിനന്റുകളുടെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും? 3 ഡിറ്റർമിനന്റ് സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് എടുക്കുമ്പോൾ a1 b1 അതിന് മാറ്റമില്ല. a1 b1 a2 b2 a3 b3 അതിന് മാറ്റമില്ല. ആ ഡിറ്റർമിനന്റ് മൂന്നാമത്തെ കോളമായിട്ട് നമ്മൾ ആദ്യം ആരെ എഴുതുന്നു? c1 c2 c3 എടുക്കുന്നു. ഓക്കെ, പ്ലസ് അടുത്ത ഡിറ്റർമിനന്റ് എഴുതുമ്പോഴോ അടുത്ത ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ ഫസ്റ്റ് 2 കോളത്തിന് മാറ്റമില്ല. a1 b1 a2 b2 a3 b3 എഴുതുന്നു. അതിന്റെ മൂന്നാമത്തെ കോളമായിട്ട് നമ്മൾ ആരെ കൊടുക്കുന്നു? d1 d2 d3 കൊടുക്കുന്നു. മൂന്നാമത്തെ കോളമായിട്ട് d1 d2 d3 കൊടുക്കുന്നു. പ്ലസ് അടുത്ത ഡിറ്റർമിനന്റ് എഴുതുമ്പോഴോ ഫസ്റ്റ് 2 കോളത്തിന് മാറ്റമില്ല. a1 b1 a2 b2 a3 b3. മൂന്നാമത്തെ കോളം എന്തെടുക്കും? മൂന്നാമത്തെ കോളമായിട്ട് -c1 -c2 -c3 കൊടുക്കും മൂന്നാമത്തെ കോളമായിട്ട്. അപ്പം ഇതിനകത്ത് മൂന്നാമത്തെ കോളത്തിൽ 3 എലമെന്റ്സിനെ എഴുതിയിട്ടുണ്ട്, അല്ലെ 3 ടേംസ് ആണ് മൂന്നാമത്തെ കോളത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 3 ഡിറ്റർമിനന്റുകളെ സമ്മായിട്ട് എഴുതി. അപ്പം ഇപ്പം രണ്ടാമത്തെ റോ എടുക്കുന്നു. രണ്ടാമത്തെ റോയിൽ 5 ടേംസ് ഉണ്ടെങ്കിലോ രണ്ടാമത്തെ റോയിൽ 5 ടേംസ് ഉണ്ടെങ്കിൽ ഈ ഡിറ്റർമിനന്റിനെ നമുക്ക് 5 ഡിറ്റർമിനന്റുകളുടെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഈ ഡിറ്റർമിനന്റുകളുടെ വാല്യൂ കൂട്ടുന്നതും ഈ 3 ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ട് ഇതിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂ ഈ 3 എണ്ണത്തിന്റെ വാല്യൂ കണ്ട് സം ചെയ്യുന്നതും ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 3 ഡിറ്റർമിനന്റുകളുടെ വാല്യൂന്റെ സമ്മും ആയിരിക്കും. ഓക്കെ, നോക്കിയാട്ടെ, നമ്മൾ ഈ ഡിറ്റർമിനന്റിനെ തേർഡ് കോളം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? തേർഡ് കോളം ആകുമ്പോൾ ഈ എലമെന്റ് ഇൻറ്റു അത് വരുന്ന റോയും കോളം കളയുമ്പോൾ a2 b2 a3 b3. ചിഹ്നം എങ്ങനെ വരുന്നത്? ഇതിന്റെ ചിഹ്നം പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ് പ്ലസ് മൈനസ് വീണ്ടും പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ചിഹ്നം ഇതേ c1 പ്ലസ് d1 മൈനസ് c1 ഇൻറ്റു അത് വരുന്ന റോയും കോളങ്ങളും ഇതല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ a2 b3 മൈനസ് a3 b2. ഇതാ a2 b3 മൈനസ് a3 b2. അടുത്ത മൈനസ് രണ്ടാമത്തെ എലമെന്റ് c2 പ്ലസ് d2 മൈനസ് c2 അത് വരുന്ന റോയും കോളം കളയുമ്പോൾ a1 b3 മൈനസ് a3 b1. ഇതാ a1 b3 മൈനസ് a3 b1. അതിനുശേഷം മൂന്നാമത്തെ എലമെന്റ് c3 പ്ലസ് d3 മൈനസ് c3 ഇൻറ്റു അത് വരുന്ന റോയും കോളം കളയുന്ന ഡിറ്റർമിനന്റ് a1 b2 മൈനസ് a2 b1. a1 b2 മൈനസ് a2 b1. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? നോക്കിയേ, c1 ഇൻറ്റു ദാ ഇത് മൈനസ് c2 ഇൻറ്റു ഈ വാല്യൂ പ്ലസ് c3 ഇൻറ്റു ഈ വാല്യൂ. ആദ്യം c1 c2 c3 വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അതിനേതാ ഇതേപോലെ ഒരു ബ്രാക്കറ്റിലാക്കി. ഇനി അടുത്ത എന്താണ്? d1 d2 d3. d1 ഇൻറ്റു ഈ ബ്രാക്കറ്റ്, പിന്നെ മൈനസ് d2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് പ്ലസ് d3 ഇൻറ്റു ഈ ബ്രാക്കറ്റ്, അതെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ഏതാണ്? e1 വെച്ചിട്ടാണ്. അവിടെ നമ്മൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. എന്നിട്ട് e1 ഇൻറ്റു ഈ ബ്രാക്കറ്റ്, പിന്നെ മൈനസ് e2 ഇൻറ്റു ഈ ബ്രാക്കറ്റ്, പിന്നെ പ്ലസ് e3 ഇൻറ്റു ഈ ബ്രാക്കറ്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ആരുടെ സമ്മാണ്? c1 c2 c3 അല്ലേ. അപ്പൊ എന്താ? ആദ്യത്തേത് ഈ ഡിറ്റർമിനന്റെ വാല്യൂ ആണ്. ഈ ഡിറ്റർമിനെ നമ്മളെ തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് ഈ ആദ്യം എഴുതിയേക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ ഡിറ്റർമിനന്റോ രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഡിറ്റർമിനെ നമ്മളെ തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിസൾട്ട്. ഇനി മൂന്നാമത്തെ ബ്രാക്കറ്റ് ഇതല്ലേ. മൂന്നാമത്തെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ആരെയാണ്? ഈ ഡിറ്റർമിനെ നമ്മളെ ഈ തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ 3 ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന്റെ സം ആയിരിക്കും ഈ ഡിറ്റർമിനന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് each element of a line be added equi multiples of the corresponding elements of one or more parallel lines, the determinant remains unaltered. അതായത് നമ്മളൊരു ഡിറ്റർമിനന്റ് തന്നു, അതിനകത്തെ നമ്മൾ ഏതെങ്കിലും ഒക്കെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിനന്റുകളെ പരസ്പരം ആഡ് ചെയ്താലും വാല്യൂവിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിറ്റർമിനന്റ് ആണ്. ഇതിനകത്തെ ഫസ്റ്റ് കോളം c1 അല്ലേ. ഫസ്റ്റ് കോളം c1 ആണ്. രണ്ടാമത്തെ കോളത്തിനെ നമ്മളൊരു p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ കോളത്തിനെ p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തെ കോളത്തിനെ നമ്മൾ q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ,
അതത്രയും കൂടെ നമ്മൾ എവിടോട്ട് ആഡ് ചെയ്ത് എഴുതുന്നു? C1 ഫസ്റ്റ് കോളത്തിലോട്ട് ആഡ് ചെയ്ത് എഴുതുന്നു. മനസ്സിലായി? ഫസ്റ്റ് കോളം ഇത്, സെക്കൻഡ് കോളം ഇത്, തേർഡ് കോളം ഇത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കോളം പ്ലസ് രണ്ടാമത്തെ കോളത്തിനെ P കൊണ്ട് ആഡ് ചെയ്യുന്നു, മൈനസ് മൂന്നാമത്തെ കോളത്തിനെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ റിസൾട്ടുകളെല്ലാം കൂടെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് C1 എടുക്കുന്നു. അപ്പൊ എങ്ങനെ വരും? C1 ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് A1 പ്ലസ് എന്ത് വരും? BC1 പിന്നെ മൈനസ് QC1 എഴുതി. ഫസ്റ്റ് എലമെന്റ് കിട്ടിയില്ലേ? അടുത്ത രണ്ടാമത്തെ എലമെന്റ് അപ്പൊ അതേപോലെ എങ്ങനെ എഴുതും? A2 പ്ലസ് PB2 മൈനസ് QC2. രണ്ടാമത്തെ എലമെന്റ് എഴുതല്ലോ. ഇനി അടുത്ത മൂന്നാമത്തേതോ? A3 പ്ലസ് PB3 മൈനസ് QC3. അപ്പൊ എന്തായി? മൂന്നാമത്തെ എലമെന്റ് കിട്ടി. ശരിയാണോ? ഈ ഡിറ്റർമിനന്റ് വാല്യൂവും ഇതിന്റെ വാല്യൂവും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇതിനകത്ത് ഇപ്പൊ എത്ര ടേംസ് ഉണ്ട്? ഈ കോളത്തിൽ 3 ടേംസ് ഉണ്ട് അല്ലെ? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഈ കോളത്തിനകത്ത് 3 ടേംസ് ഉള്ളത് കൊണ്ട് ഈ ഡിറ്റർമിനെ നമുക്ക് 3 ഡിറ്റർമിനന്റിന്റെ സം ആയിട്ട് എഴുതാം അല്ലെ? ഫസ്റ്റ് കോളത്തിനകത്ത് 3 ടേംസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഡിറ്റർമിനെ 3 ഡിറ്റർമിനന്റ് സം ആയിട്ട് എഴുതാം. എന്താണ്? ഫസ്റ്റ് കോളം A1 A2 A3, രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം B1 B2 B3 C1 C2 C3 പ്ലസ് അടുത്ത ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ ഫസ്റ്റ് കോളം ആരാവും? PB1 PB2 PB3 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം B1 B2 B3, തേർഡ് കോളം C1 C2 C3. വേണമെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് കൊടുത്തിട്ട് ഫസ്റ്റ് കോളം എന്താവും? മൈനസ് QC1 മൈനസ് QC2 മൈനസ് QC3 B1 B2 B3 C1 C2 C3 ആവും. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂനെ നമ്മൾ ഡെൽറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ P കോമൺ അല്ലേ? ആ P ഇങ്ങനെ പുറത്തെടുത്താൽ ആ ഡിറ്റർമിനന്റ് എന്ത് വരും? P ഇൻറ്റു B1 B1 C1 ഫസ്റ്റ് റോ, രണ്ടാമത്തെ റോ B2 B2 C2 രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ B3 B3 C3 വരും. ഓക്കെ, ഇവിടെ രണ്ട് കോളം ഐഡന്റിറ്റിക്കൽ അല്ലേ? രണ്ട് കോളം ഐഡന്റിറ്റിക്കൽ ആണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയാണ്. അതേ രീതിയിലല്ലേ ഈ ഡിറ്റർമിനന്റ് കിടക്കുന്നത്? മൂന്നാമത്തെ കോളം C1 C2 C3 ആണ്. അതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഫസ്റ്റ് കോളം. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ഈക്വൽ ടു എത്ര വരും? ഡെൽറ്റ വരും. ഈ ഡിറ്റർമിനന്റ് വാല്യൂ ഡെൽറ്റ അല്ലേ? അപ്പം ഈ രീതിയിൽ ഏതെങ്കിലും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും കൂടെ ആഡ് ചെയ്ത് ഫസ്റ്റ് കോളത്തിലോട്ട് എഴുതിയാലോ, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും കൂടെ ആഡ് ചെയ്തോ, അല്ലെങ്കിൽ സെക്കൻഡിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡുമായിട്ട് ആഡ് ചെയ്ത് ഫസ്റ്റിൽ എഴുതിയാലോ ഒന്നും എന്തില്ല, ആ വാല്യൂവിന് ചേഞ്ചസ് ഉണ്ടാകത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് 6th പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് അടുത്തൊരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് 7ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഫാക്ടർ തിയറമാണ്. ഫാക്ടർ തിയറം പറയുന്നത് ഇഫ് ദ എലമെന്റ്സ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് ടു പാരലൽ ലൈൻസ് ബിക്കം ഐഡന്റിറ്റിക്കൽ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനകത്തെ എലമെന്റ്സ് എല്ലാം ഏതിലുള്ള എലമെന്റ്സ് ആണ്? എക്സിലുള്ള എലമെന്റ്സ് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻസ് എക്സ്, 2x, 3x, x+1, 5x ഇങ്ങനെ, അല്ലെങ്കിൽ x-2 ഈ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻസിനകത്തെ എലമെന്റ്സുകളെല്ലാം എക്സിലുള്ള എലമെന്റ്സും ഇതിനകത്തെ ഏതെങ്കിലും 2 റോയോ 2 കോളമോ സെയിമും ആണെങ്കിൽ, അപ്പം ആ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് എല്ലാം എക്സിലുള്ള എലമെന്റ്സുമാണ്. ഏതെങ്കിലും 2 റോയോ 2 കോളമോ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 2 റോയോ 2 കോളമോ ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു 0. ഡെൽറ്റ 0 ആണെങ്കിൽ നമുക്ക് x ഈക്വൽ ടു എത്ര കൊടുക്കാം? a കൊടുക്കാം. അപ്പൊ x ഈക്വൽ ടു a ആണെങ്കിൽ x-a എന്ന് പറഞ്ഞ് ഈ ഡെൽറ്റയുടെ എന്തായിട്ട് മാറും? ഫാക്ടർ ആയിട്ട് മാറും. ഡെൽറ്റ 0 ആണെന്നാൽ f ഓഫ് x ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. f ഓഫ് x 0 ആണെങ്കിൽ x-ന് a കൊടുത്താൽ f ഓഫ് a എന്തായിട്ട് മാറും? 0 ആയി മാറും. അപ്പൊ x-a എന്ന് പറഞ്ഞ് ആ ഡെൽറ്റയുടെ ഫാക്ടർ ആയിട്ട് മാറും. അപ്പം ഏതെങ്കിലും 2 റോയോ 2 കോളമോ സെയിം ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ 0യും x-a എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫാക്ടറുമായിട്ട് മാറും. ഓക്കെ, വേണ്ടേ? അത് നമുക്ക് എത്ര ഫാക്ടർ ഉണ്ടോ അതിന്റെ പവറായിട്ട് എഴുതാൻ സാധിക്കുമെന്നാണ്. ഇനി ഒരു ഡിറ്റർമിനകത്ത് ലീഡിംഗ് ഡയഗണൽസ് 0 ആണെങ്കിൽ ആ ഡിറ്റർമിനന്റെ വാല്യൂ എന്ന് പറഞ്ഞ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഈ രീതിയിൽ വരുന്നത് ഫസ്റ്റ് റോ A1 0 0, രണ്ടാമത്തെ റോ 0 A2 0, മൂന്നാമത്തെ റോ 0 0 A3. അതായത് ഒരു ഡിറ്റർമിനൻസിനകത്ത് ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കി സൈഡ് എല്ലാം 0 ആണ്. ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം 0 ആണെങ്കിൽ ഈ ഡിറ്റർമിനന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. A1 A2 A3 ആയിരിക്കും. അങ്ങനെയുള്ള ഡിറ്റർമിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലർ ഡിറ്റർമിനന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, 2 ഡിറ്റർമിനന്റ് എടുക്കുന്നു. 2 ഡിറ്റർമിനന്റെയും ഓർഡർ സെയിം ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഒരു ഡിറ്റർമിനന്റ് തന്നെയായിരിക്കും, സെയിം ഓർഡർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ 8 പ്രോപ്പർട്ടിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡിറ്റർമിനന്റ് കൺസെപ്റ്റിനകത്ത് പഠിക്കാനുള്ളത്.
പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട പ്രോപ്പർട്ടീസ്, നമ്മളൊരു ഡിറ്റർമിനന്റ് എടുക്കുന്നു, അതിന്റെ റോസിനെ മൊത്തം കോളമാക്കി മാറ്റിയാൽ ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂസിന് ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ തിരിച്ച് കോളത്തിനെ മൊത്തം റോയാക്കി മാറ്റിയാൽ ഡിറ്റർമിനന്റ് വാല്യൂസിന് ചേഞ്ച് ഇല്ല. നമ്മൾ ഈ ഡിറ്റർമിനന്റിന്റെ റോയെ കോളത്തിനെ പകരം നമ്മൾ പാരലൽ ലൈൻസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതേസമയം ഏതെങ്കിലും 2 റോയോ 2 കോളമോ മാത്രമായിട്ടാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സൈനിന് ചേഞ്ചസ് ഉണ്ടാകുന്നു. ഒരു പ്രാവശ്യം ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സൈനിന് മൈനസിന്റെ വ്യത്യാസവും, ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സൈനിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഡെൽറ്റയും ഡെൽറ്റ ഡാഷും സെയിം ആയിരിക്കും. അതായത് ഒരു പ്രാവശ്യം 2 റോയോ 2 കോളമോ ഇന്റർചേഞ്ച് ചെയ്താൽ ഡെൽറ്റയുടെ വിലയും ഡെൽറ്റ ഡാഷിന്റെ വിലയും തമ്മിൽ മൈനസിന്റെ വ്യത്യാസം കാണും. അതേസമയം വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്താൽ അത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. പിന്നെ ഓർക്കേണ്ട കാര്യമേ, ഏതെങ്കിലും 2 റോയോ 2 കോളമോ ഐഡന്റിറ്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആയിരിക്കും. അതേപോലെ ഈ ഡിറ്റർമിനെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഡിറ്റർമിനകത്ത് നിന്ന് കോൺസ്റ്റന്റ് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. ആ ഡിറ്റർമിനന്റെ വാല്യൂ മറ്റേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിറ്റർമിനന്റെ വാല്യൂം സെയിം ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ അതേസമയം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിനെ അതേ കോളത്തിനെ തന്നെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പിന്നെ ഏതെങ്കിലും റോയിലോ കോളത്തിലോ എത്ര ടേംസ് ഉണ്ടോ അത്രയും ഡിറ്റർമിനന്റുകളുടെ സമ്മായിട്ട്, ഇപ്പം m ടേംസ് ഉണ്ടെങ്കിൽ m ഡിറ്റർമിനന്റുകളുടെ സമ്മായിട്ടാണ് നമ്മൾ ആ ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡിറ്റർമിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഫാക്ടർ തിയറം അനുസരിച്ച് 2 റോ അല്ലെ 2 കോളം ഐഡന്റിറ്റിക്കലുമാണ്, അത് എക്സിലുള്ള ഫംഗ്ഷനുമാണെങ്കിൽ എക്സ് മൈനസ് ഫാക്ടർ ആയിരിക്കും. പിന്നെ 2 പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് എടുക്കുന്നു, സെയിം ഓർഡറുള്ള 2 ഡിറ്റർമിനന്റ് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റും ഒരു ഡിറ്റർമിനന്റ് ആയിരിക്കും, സെയിം ഓർഡർ വരും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ.